ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോർ ഷൈനിങ് ഏഞ്ചലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പൈഡർ പ്ലാന്റ് അഥവാ എട്ടുകാലിച്ചെടി എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ ചെടിയുടെ കെയറിങ്ങും ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഇതെങ്ങനെയൊക്കെ പോട്ടിൻ മിക്സ് കൊടുത്ത് വളർത്തുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ സ്പൈഡർ പ്ലാന്റ് വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൺലൈറ്റ് തന്നെയാണ്. സ്പൈഡർ പ്ലാന്റ് വളരാൻ ആയിട്ട് നമുക്ക് ചെറിയ ലൈറ്റ് ആവശ്യമാണ്. പക്ഷേ നേരിട്ടുള്ള സൺലൈറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കരുത്. അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ലീഫൊക്കെ ഉണങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ചെടി മഞ്ഞ കളറിലൊക്കെ ആയിട്ട് ഇത് നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കണ്ട. ഇത് നമുക്ക് ഇൻഡോറിൽ തന്നെ ചെറിയ ലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഔട്ട്ഡോറിൽ ഈ ഒരു പ്ലാന്റ് വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിലും അവിടെ ചെറിയൊരു ലൈറ്റ് വരുന്ന സ്ഥലത്ത് തന്നെ ഇത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു പ്ലാന്റ് ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ലൈറ്റ് കാണിച്ചു കൊടുത്താലും ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളർന്നോളും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ ഇതിൻ്റെ ലൈറ്റാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിന് ചെറിയൊരു ലൈറ്റ് കൊടുക്കുന്ന ഒരു രീതിയിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ പ്ലാന്റിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ടറിങ് ആണ്. ഈ സ്പൈഡർ പ്ലാന്റിന് നമ്മൾ ഒരിക്കലും ഓവറായിട്ട് വാട്ടറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഡെയിലി മോർണിംഗിലാണ് നനയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഉഷാറായിട്ട് തന്നെ വൈകുന്നേരം വരെ നിന്നോളും. പിന്നെ നമ്മൾ പിറ്റേ ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മണ്ണ് നല്ലപോലെ ഡ്രൈ ആണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഇതിൻ്റെ റൂട്ടെല്ലാം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഓവറായിട്ട് ഈ ഒരു പ്ലാന്റിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ഭംഗിയായിട്ടാണ് പുതിയ തൈകൾ വരുന്നത്. ഈ ചെടിയിൽ പുതിയ സ്പൈക്കുകൾ വന്നിട്ട് അതിൻ്റെ തുമ്പത്തായിട്ട് നിറച്ചും തൈകളുണ്ടാവും. നല്ല ഹാങ്ങിങ് ആയിട്ട് ഈ ഒരു പ്ലാന്റ് ഇടുകയാണെങ്കിൽ അതിങ്ങനെ തൂങ്ങി കുല കുത്തി പൂവിടുന്ന പോലെ അതിങ്ങനെ തൂങ്ങി കിടന്നോളും. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ഇത് അടർത്തി വെച്ചിട്ടാണ് കേട്ടോ. ഇതിനകത്ത് നിറച്ചും വേരുകൾ വരും ഇത് നല്ല ഹെൽത്തി ആവുമ്പോൾ. അപ്പോൾ നമ്മൾ അത് ഓരോ തൈകൾ വീതം അത് അടർത്തിയിട്ട് പോട്ടിലേക്ക് നട്ടു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു സ്പൈക്കിൽ ഒരു 10-25-30 തൈകളോളം തന്നെ വരും. ഈ ഒരു ചെടി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെ ഈസിയാണ്. ഒരുപാട് കെയറിങ് ഒന്നും തന്നെ കൊടുക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഇനി ഈ ചെടി നടാനായിട്ട് നമ്മൾ പോട്ടിൻ മിക്സ് ആയിട്ട് നമുക്ക് മണ്ണ്, മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. മുട്ടയുടെ തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ പോട്ടിൻ മിക്സ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു തൈ നടുന്നത്. അപ്പോൾ നമ്മളിത് വേരോട് കൂടി നടുന്ന കാരണം തന്നെ നമുക്ക് എല്ലാ പോട്ടിൻ മിക്സും ചേർത്ത് നമുക്കിതൊരു പോട്ടിലേക്ക് നടുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ ചട്ടി നിറച്ചും തൈകൾ വരും. ഇത് പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ചെടിയാണ്. ഒരുപാട് കാലങ്ങളൊന്നും വേണ്ട. മറ്റ് ചെടികളെ പോലെ ഒരുപാട് നാളുകൾ വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ ഇത് ചട്ടി നിറച്ചും തൈകൾ വരും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും ഇത് നടുന്ന രീതിയുമൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് നട്ട് നിറച്ചും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ടിൻ മിക്സൊക്കെ കൊടുത്തിട്ട് പോട്ടിൽ നട്ടതിന് ശേഷം ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വളം കൊടുത്തില്ലെങ്കിലും ഈ ഒരു പ്ലാന്റ് നല്ല പോലെ നിറഞ്ഞു തന്നെ വളർന്നോളും. നമ്മുടെ വീടുകളിൽ അരി കഴുകുന്ന വെള്ളമോ അല്ലെങ്കിൽ ദോശമാവ് ബാലൻസ് വരുന്ന അതിൻ്റെയൊക്കെ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ ഇത് ആർത്ത് വളർന്നോളും. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടും വളർത്താം, നമുക്ക് ചട്ടിയിലും വളർത്താം. പിന്നെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റും കൊണ്ട് കൊക്കഡാമ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ തന്നെ അത് നമുക്ക് ഹാങ്ങിങ് ചെയ്തിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇൻഡോറിലൊക്കെ ഒരു പോട്ടിൽ ഈ ഒരു പ്ലാന്റ് വെച്ച് ബബിൾസൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിലും നല്ല രസമായിട്ട് വളർന്നോളും. എങ്ങനെ പോയാലും ഈ പ്ലാന്റ് ഓവർ വെയിൽ കൊള്ളിക്കാണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ സ്പൈഡർ പ്ലാന്റ്.
അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെറൈറ്റികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിനാണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ എട്ടുകാലിച്ചെടി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ഇതാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് എപ്പോഴും ഹാങ് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ സ്പൈക്ക് പോലെ വന്നിട്ട് ഇതിൻ്റെ താഴെ നിറച്ചും തൈകളാണ്. അപ്പോൾ അതിങ്ങനെ നിലം മുട്ടിയൊക്കെ കിടക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹാങ് ചെയ്ത് ഇടുകയായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഈ ഒരു ചെടിയിൽ വൈറ്റ് കളർ പൂവാണ് ഉണ്ടാവുന്നത്. നിറച്ചും ബേബി പ്ലാന്റ് വരും. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അതുപോലെ വൈറ്റ് കളറിൽ പൂവുണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു തൈ എവിടെന്നെങ്കിലും കിട്ടിയാലും നമുക്ക് നല്ല ബുഷായിട്ട് തന്നെ വളർത്തിയെടുക്കാം. ചട്ടി നിറച്ചും തൈകൾ വരും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരുപാട് കെയറിങ്ങോ ഒന്നും തന്നെ കൊടുക്കാതെ തന്നെ നമ്മുടെ വീടുകളിൽ എളുപ്പം തന്നെ വെച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ ആർത്ത് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ സ്പൈഡർ പ്ലാന്റ്. ഇനി എൻ്റെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മൾ പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നിറച്ചും വരും. ഇതിനകത്തൊരു വൈറ്റ് കളർ പൂവാണ് വരുന്നത്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്നും ഒരു തൈ വാങ്ങി നട്ടതാണ് കേട്ടോ. ഇത് ചട്ടി നിറച്ചും തൈകളായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചട്ടിയിൽ നിന്നും തൈകളെടുത്ത് ഓരോ തൈകളായിട്ട് ആ മണ്ണിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തതാണ്. ഒരു 8 മാസത്തോളമായി ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട്. ഇപ്പോൾ അത് നിറച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം പറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ട്യൂബ് പോലെയുള്ളൊരു കിഴങ്ങുകളാണ്. കണ്ടോ, ഒരുപാട് തൈകളുണ്ട്. ഇത് ഞാൻ കഴുകിയിട്ട് അതിൻ്റെ ആ കിഴങ്ങ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ കിഴങ്ങുകൾ ഇരിക്കുന്നത്. ഈ കിഴങ്ങിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും. ഇപ്പോൾ ഇത്രയും നമുക്കൊരു 4-5 തൈകളാക്കി ഇത് അടർത്തി മാറ്റിയിട്ട് നമുക്ക് ചട്ടിയിലോട്ട് നടാം. നമ്മളിത് ഒരു തൈ നട്ട് കൊടുത്താൽ മതി, ഒരുപാട് തൈകളായിട്ട് കൂട്ടം കൂടി ഇങ്ങ് വളർന്നോളും. അപ്പോൾ ഇതാണ്ടോ, ഇതുപോലെ നമ്മളത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ പോട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ ആ വെക്കുന്ന പോട്ടെല്ലാം നിറച്ചും വളരും. പിന്നെ ഒരു 4-5 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ആ ചട്ടി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് തന്നെ വളർന്നോളും. കൊക്കഡാമി ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പ്ലാന്റാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ കയ്യിലുള്ള അടുത്തൊരു കളക്ഷൻ ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വൈറ്റ് കളർ ഡിസൈൻ വരുന്നതാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് റിബൺ ഗ്രാസ് എന്നൊക്കെയാണ്. ഇതിന് വേറെയും പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്പൈഡർ പ്ലാന്റ് ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. ഓലച്ചെടി പോലെ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് വണ്ണം കുറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട് വൈറ്റും ഗ്രീനും ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇതും ഇങ്ങനെ ചട്ടി നിറച്ചും തൈകളായിട്ട് വളരും. ഈ ചെടികൾക്കൊക്കെ വേറെ പേരുകളും ഉണ്ടാവും കേട്ടോ. എനിക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരുകൾ അറിയില്ല. സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞാണ് ഞാനിത് നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചത്. പിന്നെ ഈ പ്ലാന്റ് ഞാൻ ചട്ടിയിൽ നിലത്ത് വെച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ സ്പൈക്കിൽ കൂടി തൈകൾ വന്നിട്ട് അത് ആ നിലത്ത് വീണിട്ട് അവിടെ മുളച്ച് കിടക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എടുത്ത് കാണിക്കുകയാണ്. കണ്ടോ, ഇത് ഞാൻ നട്ടു കൊടുത്തതല്ല, തന്നെ അവിടെ മുളച്ച് വന്നതാണ്, അത് തറയിൽ മുട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് മണൽ, ചാണകപ്പൊടി, കുറച്ച് കമ്പോസ്റ്റ്, ഇത്രയും പോട്ടിൻ മിക്സ് ഇട്ടിട്ടാണ് ഒരു ചെറിയ തൈ നടുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ പോട്ട് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ചട്ടി നിറച്ചും തൈകളാവും. അപ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു പോട്ടിലേക്ക് നടുകയാണെങ്കിൽ ഇതുപോലെ നിറച്ചും തൈകൾ വന്നോളും. വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. അതിമനോഹരമായ ചെടിയാണ്. നമ്മുടെ ഗാർഡനൊക്കെ മനോഹരമാക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്